സംവിധായകൻ കമലിനെതിരെ കുമ്മനം രാജശേഖരൻ. കമൽ മോദിയെയും സുരേഷ് ഗോപിയെയും അവഹേളിച്ചെന്ന് കുമ്മനം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കമലിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് കുമ്മനം രംഗത്തെത്തിയത്. നേരത്തെ കമൽ രാജ്യം വിട്ടുപോകണമെന്ന ബിജെപി നേതാവ് എൻ രാധാകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ഇതിനെതിരെ ബിജെപി നേതാവായ CK പത്മനാഭൻ പരസ്യമായി എതിർത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കമലിനെതിരെയാണ് ബിജെപി നിലപാടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുമ്മനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംവിധായകൻ കമൽ നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വീണ്ടും രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയെയും കമൽ അവഹേളിച്ചുവെന്ന് കുമ്മനം ഫേസ്ബുക്കിലൂടെ പറയുന്നു. നേരത്തെ AN രാധാകൃഷ്ണൻ നടത്തിയ സമാന അഭിപ്രായ പ്രകടനം വ്യക്തിപരമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പാർട്ടി നിലപാട് കമലിനെതിരാണെന്ന് ഇതോടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കമൽ അവഹേളിച്ചുവെന്നും കമൽ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു AN രാധാകൃഷ്ണന്റെ പരാമർശം. കമലിനെതിരായ AN രാധാകൃഷ്ണന്റെ പരാമർശത്തെ തള്ളി BJP മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമായ CK പത്മനാഭനും പിന്നീട് രംഗത്തെത്തി. എന്നാൽ CK പത്മനാഭനെതിരെ BJP നേതാക്കൾ ഒന്നടങ്കം പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്തു. നാളെ ആരംഭിക്കുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് നേതാക്കൾ. അതിനിടയിലാണ് AN രാധാകൃഷ്ണന് പിന്തുണ നൽകി കമലിനെതിരായ പാർട്ടി നിലപാട് കുമ്മനം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ പരസ്യ നിലപാട് വ്യക്തമാക്കിയ BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭനെതിരെ നടപടിക്ക് സാധ്യത. നാളെ ആരംഭിക്കുന്ന BJP സംസ്ഥാന നേതൃയോഗങ്ങളിൽ CKPക്കെതിരെ നടപടിയുമാകും. അതേസമയം AN രാധാകൃഷ്ണനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം. സംഘപരിവാർ നിലപാടുകൾക്കെതിരെ BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ പീപ്പിൾ TVയിലൂടെ നടത്തിയ പ്രതികരണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന കാഴ്ചയാണിപ്പോൾ. CKPക്കെതിരെ നടപടി വേണമെന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. നാളെ കോട്ടയത്ത് ആരംഭിക്കുന്ന BJP നേതൃയോഗങ്ങളിൽ നടപടി ആവശ്യം ശക്തമാകും. നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ CKPക്കെതിരെ രൂക്ഷ വിമർശനമാകും ഉയരുക. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മുൻ അധ്യക്ഷന്മാരും ഉൾപ്പെടുന്ന 12 അംഗ കോർ കമ്മിറ്റിയിൽ ആരും CKPയെ പിന്തുണയ്ക്കുകയില്ല. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും സംസ്ഥാന സമിതിയിലും CKPക്കെതിരെ വ്യാപക വിമർശനമുയരുമെന്നതും ഉറപ്പാണ്. CK പത്മനാഭനെ അനുകൂലിക്കുന്ന MS കുമാർ അടക്കമുള്ള നേതാക്കളുടെ നിലപാടും യോഗത്തിൽ ശ്രദ്ധേയമാകും. സംസ്ഥാന സമിതി അംഗം KK സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം CKPക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. യോഗത്തിൽ കൂടുതൽ നേതാക്കളും CKPക്കെതിരെ നടപടി ആവശ്യവുമായി രംഗത്തെത്തും. ബുധനാഴ്ച നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും CK പത്മനാഭനെതിരെയുള്ള നടപടി വിഷയത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം AN രാധാകൃഷ്ണനെതിരെയും നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനമുണ്ടായേക്കും. KN രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകളും പ്രസംഗവും കാരണം ജാഥയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യത്തിനത് മങ്ങലേൽപ്പിച്ചു എന്ന സാഹചര്യമുണ്ടായതായും നേതാക്കൾ പറയുന്നു. എന്നാൽ ഇരു നേതാക്കളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ നേതാക്കൾ നിലപാട് സ്വീകരിക്കുമ്പോൾ നേതൃയോഗങ്ങളിൽ ഭിന്നതയും ചേരിപ്പോരും രൂക്ഷമാകും. വിവാദങ്ങളിലും കേരള ഘടകത്തിലെ ഭിന്നതയിലും BJP കേന്ദ്ര നേതൃത്വവും അതൃപ്തിയിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിലെ തമ്മിലടിയിൽ തുറന്നടിച്ച് AK ആന്റണി. നേതാക്കൾ തമ്മിലടി അവസാനിപ്പിക്കണമെന്നും സ്തുതിപാഠകരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുതെന്നും AK ആന്റണി. വിമർശകർ പറയുന്നതിന് ചെവി കൊടുക്കണമെന്നും കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നേതാക്കൾ മനസ്സിലാക്കണമെന്നും ആന്റണി പ്രതികരിച്ചു. തമ്മിലടി അവസാനിപ്പിച്ച് നഷ്ടപ്പെട്ടുപോയ ജനവിശ്വാസം വീണ്ടെടുക്കുക, പുതിയ അണികളെ, പുതിയ പ്രവർത്തകരെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുക, അതാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി. അതിനെല്ലാവരും യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും കാലിനടിയിലെ മണ്ണ് കുറച്ച് പോയിട്ടുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കണം, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. സ്തുതിപാഠകർ പറയുന്ന ഒരു നേതാവും വിശ്വസിക്കരുത്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഉമ്മൻചാണ്ടി ഇന്ന് ദില്ലിയിലെത്തും. നാളെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ A ഗ്രൂപ്പിനെ അവഗണിച്ചതിലുള്ള അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കും. അടിയന്തരമായ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെടും. ഉമ്മൻചാണ്ടി തുടരുന്ന നിഷേധാത്മക നിലപാടിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇക്കാര്യം ഉമ്മൻചാണ്ടിയെ അറിയിച്ചിരുന്നു. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കണ്ണൂരിൽ തിരിതെളിയും. കണ്ണൂരിൽ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പഴയിടം മോഹനൻ നമ്പൂതിരി പാലുകാച്ചി ഊട്ടുപുര ഉദ്ഘാടനം ചെയ്തു. TV രാജേഷ് MLA, DPI മോഹൻകുമാർ, മേയർ ലത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേള ഉദ്ഘാടനം ചെയ്യുന്നത്. KS ചിത്ര മുഖ്യാതിഥിയായിരിക്കും.
കണ്ണൂരിൽ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുമ്പോൾ കലകളുടെ ഈറ്റിലമായ തൃശൂർ ചെറുതുരുത്തിയിലും തയ്യാറെടുപ്പുകൾ തകൃതിയാണ്. ഓട്ടൻതുള്ളൽ അധ്യാപകനായ കലാമണ്ഡലം ഗീതാനന്ദൻ വീണ്ടും പരിശീലകനായി എത്തുമ്പോൾ അണിയറയിൽ മത്സരാർത്ഥികളും ആവേശത്തിലാണ്. 4 പതിറ്റാണ്ടത്തെ അധ്യാപന പാരമ്പര്യമുള്ള ഗീതാനന്ദൻ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവ പരിശീലനത്തിൽ സജീവമാകുന്നത്. കലോത്സവ വേദികളിൽ 39 വർഷം ശിഷ്യന്മാരെ എത്തിക്കാൻ ഭാഗ്യം ലഭിച്ച കലാകാരനാണ് കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവിയായ ഗീതാനന്ദൻ. 15ാം വയസ്സിൽ തന്നേക്കാൾ മുതിർന്നവരെ ഓട്ടംതുള്ളൽ അഭ്യസിപ്പിച്ച വേദിയിലെത്തിച്ച ഗീതാനന്ദന്റെ 80ലധികം ശിഷ്യന്മാരാണ് കലോത്സവ വേദികളിൽ ഇതുവരെ മാറ്റുരച്ചത്. ഹാസ്യകലയായി മാത്രം വേദിയിലെത്തിയിരുന്ന ഓട്ടംതുള്ളലിൽ വ്യത്യസ്തത പരീക്ഷിക്കാനുള്ള ഗീതാനന്ദന്റെ ശ്രമങ്ങൾക്ക് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു. മരിച്ചു കുമാരകൻ എന്നാണ് തുടക്കം തന്നെ. ഇത് കേൾക്കുമ്പോൾ തുള്ളലാന്ന് പോലും തോന്നില്ലല്ലോ. ഈ പദത്തിലാണ് തുടങ്ങണത്. അന്ന് പാലക്കാട് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ ദിവ്യ ആർ നായർ പറഞ്ഞ കുട്ടി ഈ ആദ്യമായിട്ട് എന്റെ പരീക്ഷണം ദുഃഖത്തിൽ പ്രാധാന്യമുള്ള സാധനം അവതരിപ്പിച്ചു. ഇപ്പൊ എല്ലാവരും സാധാരണ പോലെ അവതരിപ്പിച്ചു തുടങ്ങി. ഇപ്പൊ എല്ലാവരും ഹാസ്യം വിട്ട് ദുഃഖത്തിലേക്ക് വന്നു തുടങ്ങി. 3 വർഷക്കാലം പരിശീലനത്തിൽ നിന്ന് മാറി ആസ്വാദകനായി വേദികളിലെത്തിയ ശേഷമാണ് ഗീതാനന്ദൻ വീണ്ടും സജീവമാകുന്നത്. കലാമണ്ഡലത്തിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് വീണ്ടും അണിയറയിൽ സജീവമാകുമ്പോൾ തുള്ളലഭ്യസിക്കാൻ എത്തുന്നവർ കലയെ ജീവനായി കാണുന്നവരാണെന്നത് ഈ ഗുരുനാഥന്റെ മനസ്സ് നിറയ്ക്കുന്നു. ആദ്യമായി അണിയറയിൽ പ്രവർത്തിക്കുന്ന അതേ സൂക്ഷ്മതയോടെയാണ് മത്സരാർത്ഥികളുടെ പരിശീലനം. ഗീതാനന്ദന്റെ 3 ശിഷ്യരാണ് ഇക്കുറി ഓട്ടംതുള്ളലിൽ അരങ്ങിലെത്തുന്നത്. 4 പതിറ്റാണ്ട് കാലത്തെ പരിശീലന പരമ്പരയുമായി കലാമണ്ഡല ഗീതാനന്ദൻ വീണ്ടും കലോത്സവ വേദികളിൽ സജീവമാവുകയാണ്. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. തിരികെ വാർത്തയിലേക്ക്. VD സതീശൻ MLA വിദേശയാത്രകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം തുടങ്ങി. MLA ആയിരിക്കെ 100ഓളം തവണ സതീശൻ വിദേശയാത്രകൾ നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അന്വേഷണം. പറവൂർ സ്വദേശി EM നൈബിന്റെ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെയോ ചെലവിലോ അല്ല സതീശൻ വിദേശയാത്രകൾ നടത്തിയതെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ലഭിക്കാനായി BJPയിൽ തമ്മിലടി. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി 10,000-ലധികം അപേക്ഷകളാണ് ദേശീയ നേതൃത്വത്തിന് ലഭിച്ചത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് ദില്ലിയിൽ ചേരുന്ന BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകും. അതേസമയം പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. സാങ്കേതിക സർവകലാശാലയുടെ ക്യാമ്പസിനായി വിളപ്പിൽ ശാലയിലെ സ്ഥലം വേണ്ടെന്ന വൈസ് ചാൻസലർ കുഞ്ചേറിയയുടെ നിലപാടിനെതിരെ അംഗങ്ങൾ. ഗവേണിംഗ് ബോർഡ് യോഗത്തിൽ അംഗങ്ങൾ VCയെ എതിർപ്പറിയിച്ചു. സർവകലാശാലയിൽ അനധ്യാപക നിയമനം നടത്താത്തതിലും VCക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.